കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് പോകണം. അച്ഛനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ, പോയില്ലെങ്കിൽ അമ്മയും അച്ഛനും മുഖാന്തരം ഇവർ ജീവിതത്തിൽ കഷ്ടപ്പെടും. ഇവർ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, ഒരുപാട് അവമാനങ്ങളുണ്ടാവും. ഇത് അച്ഛനമ്മ, അമ്മായിയമ്മ മുഖാന്തരം മാത്രമേ ഉണ്ടാവൂ. ഒരു കല്ലിൽ 2-3 പ്രാവശ്യം അവർ മുട്ടി വീഴും, എന്നാലും അവർക്ക് ബുദ്ധി വരത്തില്ല. ഒരുപാട് പേർക്ക് അവർ കടം കൊടുക്കും, അവർക്ക് സഹായിക്കും. അവർ എന്തുമാത്രം വഴക്കിട്ടാലും വീണ്ടും വീണ്ടും അവരോട് സ്നേഹം കാണിക്കുന്നവർ ഇവരാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും കാണിച്ച് ഒരുപാട് കഷ്ടത്തിൽ വീഴും. രാശിയിൽ ജനിച്ചവർ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയും അച്ഛൻ്റെയും ചുറ്റി തന്നെ ഇരിക്കണം. അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ചുറ്റിയിരിക്കണം, വിട്ടുമാറരുത്. ഇത് പുറകെ തിരിഞ്ഞു നോക്കിയാൽ ഇവർ ഫ്രണ്ടിൽ ഒന്നിനും പോകത്തില്ല, ജയിക്കത്തില്ല. പിന്നെ അവര് മൊത്തത്തിൽ അവരുടെ ജീവിതം നശിച്ചു പോകും. ഈ രാശി സന്യാസികളുടെ രാശിയാണ്. വൃശ്ചിക രാശിയിൽ ജനിച്ചവർ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് ഏതാണ്? കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് പോയി ജീവിക്കണം. കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് പോകണം. അച്ഛനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ, പോയില്ലെങ്കിൽ അമ്മയും അച്ഛനും മുഖാന്തരം ഇവർ ജീവിതത്തിൽ കഷ്ടപ്പെടും. ഇവർ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, ഒരുപാട് അവമാനങ്ങളുണ്ടാവും. ഇത് അച്ഛനമ്മ മുഖാന്തരം മാത്രമേ ഉണ്ടാവൂ. അമ്മായിയമ്മ ഇതുപോലുള്ള കുടുംബക്കാർ മൂല്യമായിട്ട് ഇവർക്ക് വളരെ ദുഃഖങ്ങളുണ്ടാവും. അത് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇങ്ങനെയാണോ എന്ന് നോക്കിയാൽ അറിയാം. കാരണം ഇത് പരമശിവന്റെ രാശിയാണ്. ദാക്ഷായണി അവരുടെ അച്ഛൻ മുഖാന്തരമാണ് ആ കുടുംബമെല്ലാം നശിച്ചു പോയത്. അതുകൊണ്ട് കുടുംബക്കാരിൽ നിന്ന് ഇവർ പിരിഞ്ഞു നിൽക്കണം, തനിച്ച് നിൽക്കണം. ഇവർ കല്യാണം കഴിഞ്ഞ്, കല്യാണ രാശിയാകുമ്പോൾ അത് തുലാരാശിയാണ്. ആ രാശിയിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവർ സെപ്പറേറ്റ് ആയില്ലെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇവർ ജീവിക്കുവാണെങ്കിൽ ഒന്നിൽ ആ ചെറുക്കൻ്റെ അമ്മയും അച്ഛനുമായിരിക്കും, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ അമ്മയും അച്ഛനുമായിരിക്കും. ഇവർ ഇത് മുഖാന്തരം ഒരുപാട് കഷ്ടപ്പെടും. നിങ്ങൾ ഇതുണ്ടോ ഇല്ലേ ഒന്ന് പരീക്ഷിച്ചു നോക്കും. അടുത്ത രാശി കർക്കടക രാശിയാണ്. ഈ കർക്കടക രാശിയിൽ ജനിച്ചവർ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയും അച്ഛൻ്റെയും ചുറ്റി തന്നെ ഇരിക്കണം. അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ചുറ്റിയിരിക്കണം, വിട്ടുമാറരുത്. ഇത് രാമൻ, അതായത് ഇത് വിഷ്ണുവിൻ്റെ രാശിയാണ്. രാമന്റെ കഥ അറിയാം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ വനത്തിലേക്ക് പോകാൻ പറഞ്ഞു. 14 വർഷം. അത് ഇവർ അമ്മയും അച്ഛനെയും വിട്ടുപോയാൽ മുഴുക്ക ഇവരുടെ ജീവിതത്തിൽ യുദ്ധങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ചവർ കല്യാണം കഴിഞ്ഞ് അമ്മ അച്ഛൻ്റെ അടുക്കൽ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ചുറ്റിയിരിക്കണം. ഒരുപാട് ദൂരെ പോകരുത്. പെണ്ണായാൽ എപ്പോഴും വല്ലപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയി വരണം. ഇങ്ങനെ പോയി വന്നാൽ അവരുടെ ജീവിതത്തിൽ സുഭിക്ഷം ഉണ്ടാവും. അല്ലാതെ ഇവർ ഉടനെ തന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോകും, ഞങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ആക്കണം എന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ രാമന്റെയും സീതയുടെയും ജീവിതത്തിൽ ഉള്ളതെല്ലാം ഈ രാശിയിൽ വരും. അപ്പം ഇതും മനസ്സിലാക്കണം. കർക്കടക രാശിയിൽ ജനിച്ചവർ സൂക്ഷിക്കേണ്ടത്, ഉടനെ കല്യാണം കഴിഞ്ഞ ഉടനെ
ഒത്തിരി ദൂരം പോകരുത്. അവരുടെ പരിസരത്ത് ചുറ്റി ഒരു 3 കിലോമീറ്ററിന്റെ ഇടയ്ക്കിരിക്കാം. അതിൻ്റെ അപ്പുറം പോകരുത്. പോയാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇത് ഇവർ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്, കർക്കടക രാശിക്കാർക്ക് പ്രത്യേകിച്ച്. അതുപോലെ മീനരാശി എന്നൊന്നുണ്ട്. ഈ മീനരാശിയിൽ ജനിച്ചവർ കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ വരത്തില്ല. പക്ഷെ ഇതിൽ സ്പിരിച്വലായി ജീവിക്കുന്നവർ ഈ രാശിയിലുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഒരിക്കലും തീരുമാനം പിന്നിട്ട് വരരുത്, അത് തിരിച്ചു വരരുത്. പോയാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഏത് തീരുമാനങ്ങൾ എടുത്താലും ചെയ്താലും അതിൽ കണ്ടിന്യൂവായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കണം, പിന്നിട്ട് നിങ്ങൾ വരരുത്. കാരണം ഈ രാശി ബ്രഹ്മന്റെ രാശിയാണ്, സത്യലോകം ഇരിക്കുന്ന രാശിയാണ്. ഇവിടെ പോയിട്ട് ഈ ബ്രഹ്മനില്ലേ, ബ്രഹ്മൻ ഞാൻ ആ മുടി കാണാൻ പോവുകയാണ് എന്ന് പോയിട്ട് തിരിച്ചു വന്ന് അവൻ ശാപത്തിനുള്ളായി. ഇത് മുഖാന്തരം അറിയാം, ആരും ഏത് തീരുമാനമെടുത്ത് മുൻപോട്ട് പോയാലും ഒരിക്കലും അവർ പുറകെ തിരിഞ്ഞു നോക്കരുത്. പുറകെ തിരിഞ്ഞു നോക്കിയാൽ ഇവർ ഫ്രണ്ടിൽ ഒന്നിനും പോകത്തില്ല, ജയിക്കത്തില്ല. പിന്നെ അവര് മൊത്തത്തിൽ അവരുടെ ജീവിതം നശിച്ചു പോകും. ഈ രാശി സന്യാസികളുടെ രാശിയാണ്. സന്യാസികളുടെ രാശി ആയതുകൊണ്ട് ഇവരുടെ കുടുംബ ജീവിതം നന്നായിട്ട് വരത്തേയില്ല. അപ്പൊ നന്നായിട്ട് വരണമെങ്കിൽ ഒരു സന്യാസി നിങ്ങളെ അനുഗ്രഹിക്കണം. ശരി, നീ സംസാരിയായിട്ട് ജീവിച്ചോ എന്ന് ഒരു സന്യാസി നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, എല്ലാം നന്നായി പോകും. ഇങ്ങനെ ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇതും നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, വൃശ്ചിക രാശി അമ്മയും അച്ഛനെയും വിട്ട് ഉടനെ തന്നെ പിരിയണം. കർക്കടക രാശി അങ്ങനെ പിരിയരുത്, ചേർന്ന് ജീവിക്കാവൂ. അത് മീനരാശിയാണെങ്കിൽ സന്യാസിമാരുടെ അനുഗ്രഹം വേണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ അവർ സന്തോഷമായിട്ട് ജീവിക്കൂ. ഇവർ എവിടെ വേണമെങ്കിലും ജീവിക്കാം. അമ്മയുടെ കൂടെ ജീവിക്കാം, അച്ഛൻ്റെ കൂടെ ജീവിക്കാം, പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാം, അന്യരാജ്യത്തിൽ പോയി ജീവിക്കാം, എവിടെ വേണമെങ്കിലും പോയി ഈ രാശിക്കാർക്ക് ജീവിക്കാം. പക്ഷേ ഇവർ ഒരു സന്യാസിയുടെ അനുഗ്രഹം മേടിച്ചാൽ മാത്രമേ ഇവരുടെ ജീവിതം നന്നായി വരൂ. മുമ്പോട്ട് പോയാൽ ആ കാല് പിന്നോട്ട് വരരുത്, പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്, ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അത് ഏതായാലും ശരി, ഫ്രണ്ടിൽ തന്നെ പോകണം ഈ രാശി. ഇത് തിരിഞ്ഞു പുറകോട്ട് നോക്കിയാൽ അവർ ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കും. അതുപോലെ കന്നിരാശിയിൽ ജനിച്ചവരാണെങ്കിൽ ഒരു കല്ലിൽ 2-3 പ്രാവശ്യം അവർ മുട്ടി വീഴും, എന്നാലും അവർക്ക് ബുദ്ധി വരത്തില്ല. ഒരുപാട് പേർക്ക് അവർ കടം കൊടുക്കും, അവർക്ക് സഹായിക്കും, അവർ എന്തുമാത്രം വഴക്കിട്ടാലും വീണ്ടും വീണ്ടും അവരോട് സ്നേഹം കാണിക്കുന്നവർ ഇവരാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും കാണിച്ച് ഒരുപാട് കഷ്ടത്തിൽ വീഴും. ഇവർ ആരോടും എന്തെങ്കിലും സംസാരം കേൾക്കരുത്. മറ്റവരുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സ് മാറും. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതവും നന്നാകത്തില്ല. ഒരു കാരണം, ഈ രാശിയിലാണ് വിഷ്ണു വരാഹയുടെ രൂപമെടുത്ത് പാതാളത്തിലേക്ക് ചെന്നത്. പാതാളത്തിലേക്ക് ചെന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് ശരിയായ ഒരു കാരണം ഇവർക്ക് തിരിച്ചു വരാൻ കിട്ടിയാൽ ഇവർ അതിൽ നിന്ന് തിരിച്ചു വരണം. അങ്ങോട്ട് താഴോട്ട് പോകരുത്, ദൈവമില്ല എന്ന് പറഞ്ഞു പോകരുത്. ഇതുപോലെ ഒരുപാട് ദൈവമില്ലെന്ന് പറയുന്നവരെല്ലാം ഈ രാശിയിലായിരിക്കും. ഒരുപാട് സയൻസിന്റെ അറിവ് കൊണ്ട് എല്ലാത്തെയും തള്ളിക്കളയുന്നവരും ഈ രാശിയിലായിരിക്കും. പക്ഷേ നല്ല അറിവുകൾ, നല്ല ജ്ഞാനങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ തൻ്റെ തീരുമാനം മാറ്റി തിരിച്ചു വരണം. കാരണം ഈ വിഷ്ണു അതിൻ്റെ അടിവരയ്ക്കും പോയിട്ട് തിരിച്ചു വന്ന് അവൻ നല്ല വിഷയങ്ങളെല്ലാം ദൈവം അവന് കൊടുത്തു. അപ്പോ നമ്മൾ വിചാരിക്കേണ്ടത്, കന്നിരാശിയിൽ ജനിച്ചവർ വീണ്ടും തിരിച്ചു വന്നാൽ അവർ മനസ്സ് മാറണം. പക്ഷെ ഒരു കല്ലിൽ തന്നെ വീണ്ടും ഇടിക്കരുത്, മുട്ടരുത്.
ഇങ്ങനെ തിരിച്ചു വന്നാൽ ഈ രാശിയിൽ ജനിച്ചവർ നല്ല നിലയിൽ ജീവിക്കും. അല്ലെങ്കിൽ ഇവർ മനസ്സ് തിരിച്ചു വന്നാൽ മറ്റവരെന്തെങ്കിലും വിചാരിക്കുവോ, ഞാൻ ഇതാളും വരെ ഇങ്ങനെയല്ല സംസാരിച്ചത്, അപ്പം എൻ്റെ ഗൗരവം എങ്ങനെ ആകും, ഇങ്ങനെയെല്ലാം അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം നന്നാകത്തില്ല. മീനരാശിക്കാരർ തിരിച്ച് വരരുത്, ഈ കന്നിരാശിക്കാരർ തിരിച്ചു വരണം. എവിടെ പോയാലും അവർ തിരിച്ച് മാനസാന്തരപ്പെടേണ്ട രാശി ഈ രാശിയാണ്. ഇങ്ങനെ 4 രാശിക്കാർക്കും 4 വിഷയങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. കന്നിരാശിക്കാരാണെങ്കിൽ മറ്റവരോട് ആരോട് സംസാരിച്ചാലും ഉടനെ തന്നെ അവർ ഈ പ്രേമത്തിൽ അകപ്പെടും. അവർ പ്രേമത്തിൽ അടിമകളാണ്. അപ്പം എല്ലാവരും അടിമകളല്ല. ഈ രാശിയിലുള്ളവർ ഈ സ്നേഹം കൊണ്ട് അവരുടെ ദുഃഖ കഥകൾ കേട്ടാൽ ഉടനെ തന്നെ അവർ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പം ഇവർ ഒരുപാട് കഥകൾ കേട്ടാൽ തൻ്റെ കുടുംബങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് ഇതുകൊണ്ടാ പറയുന്നത് വീണ്ടും വീണ്ടും ആ കല്ലിൽ വീണ്ടും വീണ്ടും മുട്ടരുത്, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇത് കാര്യം നിങ്ങൾ സൂക്ഷിച്ചാലും നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം നല്ലതുപോലെ ഉണ്ടാകും.